പ്രേക്ഷകരിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ഇപ്പോൾ സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സന്തോഷ്, താങ്കൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? സന്തോഷ്, എന്നെ കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. ടിവിയിൽ ശ്രദ്ധിക്കേണ്ട, ഫോണിൽ സംസാരിച്ചോളൂ. എന്താണ് പറയാനുള്ളത്? ഈ നമ്മുടെ നാട്ടിലെ സ്വത്ത് നിയമങ്ങൾ എല്ലാം മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീകൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്നൊരു രീതിയിലാണ് ഇപ്പോഴത്തെ എല്ലാം പോകുന്നത്. ഒരു വീട്ടിലെ കുട്ടി കല്യാണം കഴിച്ചാൽ അതിന്റെ സകല ബാധ്യതകളും വീട്ടുകാർക്ക് തീർന്നു എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. ആ സ്ഥിതി മാറേണ്ട അവസ്ഥ. പേഴ്സണലായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ സന്തോഷ്? അനുഭവം നമ്മുടെ നാട്ടിൽ പേപ്പറിലൊക്കെ വരുന്നുണ്ടല്ലോ ദിവസവും വാർത്തകൾ. അതെ, തീർച്ചയായിട്ടും വ്യക്തമാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. തോമസ് പൂഞ്ഞാറിൽ നിന്ന് വിളിക്കുന്നു. തോമസ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മാഡം, ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. അവരൊക്കെ സ്വയം പര്യാപ്തം എത്തിയ മനുഷ്യനല്ലേ? അതെ, തോമസ് പറഞ്ഞോളൂ. നമുക്ക് ജോലി ഉള്ളവരുടെ കാര്യം വ്യത്യസ്തമായിരിക്കും, പക്ഷെ ജോലി ഇല്ലാത്തൊരു സ്ത്രീക്ക് ജോലിയുള്ള കാര്യങ്ങൾ സഭയല്ല എല്ലാം കൊടുക്കേണ്ടത്. ഞങ്ങളുടെ ക്രിസ്ത്യൻ സഭയല്ല എല്ലാം കൊടുക്കേണ്ടത്. എത്ര വാതിൽ മുട്ടി പുള്ളിക്കാരത്തി. അതെ, ആ ഷൈനി ചേച്ചി എത്ര വാതിൽ മുട്ടി. 2 പെൺകൊച്ചുകൾ എത്ര വാതിൽ മുട്ടി. ഹലോ, കേൾക്കാം തോമസ്, പറയൂ. എന്നിട്ട് എന്താണ്? ആരും ഒന്നും കൊടുത്തില്ല. സ്വന്തക്കാരന് കൂടിയാ, അതുകൊണ്ടാ പറയുന്നത്. ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത് അതുകൊണ്ടാ. എത്ര വാതിൽ മുട്ടി. ആദ്യം സഹായിച്ചോ? ഹലോ. അതെ തോമസേ, മറ്റൊരു കാര്യം, ഇത് ഇനി സഭയല്ല, ആര് കൊടുത്തില്ലെങ്കിലും നീ ഇവിടെ നിൽക്ക്, നമുക്ക് എങ്ങനെയെങ്കിലും നോക്കാം, നമുക്ക് ജീവിക്കാം. ജീവിതത്തെക്കാൾ ജീവനല്ലേ വലുത്, അല്ലേ തോമസേ? ഒരു സ്ത്രീയെ അപമാനിക്കാൻ പറ്റുന്ന അത്ര അപമാനിക്കുന്നല്ലേ മനുഷ്യൻ? അതല്ലേ മനുഷ്യന്റെ സ്വഭാവം ഇപ്പം ഈ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നതല്ലേ? അതെ. എന്ത് അവളൊരു BS നേഴ്സായിരുന്നു അല്ലേ? അതെ. എന്നിട്ട് ആ 2 കുഞ്ഞുങ്ങളുമായിട്ട് പോയ ആ ലോക്കോ പൈലറ്റ് പറഞ്ഞെന്താ? രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിന്നാ പറഞ്ഞത്. അമ്മയോട് ചേർന്ന് നിൽക്കുമായിരുന്നു കുഞ്ഞുങ്ങളെന്നാണ് പറഞ്ഞത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത കുഞ്ഞുങ്ങളോട് ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? അതെ, അവനെയൊന്നും ഏറ്റുമാനൂർ പോലീസുകാരൊന്നും ഉണ്ടല്ലോ. ഞാനും ഒന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ, ഏറ്റുമാനൂർ പോലീസുകാരൊന്നും അവനൊന്നും അങ്ങനെ ചെയ്താൽ പോരാ. അവന്റെ വീട്ടിൽ പള്ളിയിലച്ചന്മാരുണ്ടായിരുന്നല്ലോ. ഹലോ. അതാണ് തോമസേ, മനസ്സിലാകുന്നുണ്ട്, തോമസിന്റെ വികാരം മനസ്സിലാകുന്നു. തോമസ് ഷൈനിയുടെ ബന്ധു കൂടിയാണ്. അവർക്കാർക്കും അത് താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ, അത് എന്തു തന്നെ ആയിക്കോട്ടെ, പക്ഷെ സ്വന്തം വീട്ടിലേക്കെങ്കിലും വന്ന് നിന്ന് അവിടെ പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഒരു സമാധാനം അവർക്കുണ്ടായിരുന്നെങ്കിൽ ആത്മഹത്യയിലേക്ക് നീങ്ങുമായിരുന്നു എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഉയർത്തുന്നത്. സൂസി എന്ന പ്രേക്ഷക കൂടി ചേരുന്നു. സൂസി, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇത് കാണുമ്പോ വളരെ സങ്കടമുണ്ട് മാഡം. കാരണം ഇതുപോലെ ഒരു ഷൈനിമാരിന് ഉണ്ടാവരുത്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും സ്വന്തം മാതാപിതാക്കൾ അവരെ പരിഗണിച്ചിരുന്നെങ്കിൽ, അവിടെ സമാധാനം കൊടുത്തിരുന്നെങ്കിൽ അത് ഷൈനി ഇത് ചെയ്യില്ലായിരുന്നു. ആ കുഞ്ഞുമക്കളെയും കൊണ്ട് ജീവിതം അവസാനിപ്പിക്കലായിരുന്നു. ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആവുമ്പോഴാണ് അവർ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി ഇതുപോലെ ഒന്നും ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ നിയമങ്ങളും നമ്മുടെ സഭാ നിയമങ്ങളും സഭകളൊന്നും ഇതിനു വേണ്ടിയിട്ട് മുൻകരുതൽ എടുക്കുക. ഇതുപോലെ ഒരു സ്ത്രീക്ക് ഉണ്ടാവരുത്. പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, ആ CCTV കൂടി കാണുന്ന ആ കുഞ്ഞുമോള് മക്കളെ വിളിച്ചു കൊണ്ടുപോകുന്ന രംഗം കാണുമ്പം അറിയാതെയാണെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ഷൈനിയെ മക്കളെ കണ്ടിട്ടില്ല. അത് കാണുമ്പോൾ വളരെ നെഞ്ഞും നീറുകയാണ് ഇപ്പോഴും. ഒരിക്കലും ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. സ്വന്തം മാതാപിതാക്കൾ ആ ഷൈനിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സമാധാനമായൊരു ജീവിതം, ഒരു താങ്ങായി തണലായി ഷൈനിക്ക് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഷൈനി ഇത് ചെയ്യില്ലായിരുന്നു.
തീർച്ചയായിട്ടും എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല മാം. തീർച്ചയായിട്ടും സൂസി പൂർണ്ണമായും മനസ്സിലാകുന്നുണ്ട് സൂസി പറഞ്ഞത്. അത് തന്നെയാണ് നമ്മളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൂസിയെ പോലെ എല്ലാവർക്കും ആ ദൃശ്യങ്ങൾ അത് വളരെയധികം വേദന ഉണ്ടാക്കിയതാണ്. ആ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതാണെന്ന് ഓർക്കണേ. ഷൈനിയും മൂത്ത മകളും ഒന്നും ഉറങ്ങിക്കാണില്ല, അത് ഉറപ്പാണ്. പക്ഷെ ആ ഇളയ കുഞ്ഞ് ഉറങ്ങിക്കാണും ഒന്നും അറിയാതെ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ വരുന്നില്ല എന്ന് പിന്നിലേക്ക് വലിക്കുന്ന കുഞ്ഞ് നമ്മളെ ഭയങ്കരമായി വേദനിപ്പിക്കുന്നുണ്ട്. ഒരു ഷൈനി അല്ല, അത് ഷൈനി ഒരു പ്രതീകമാണ്. ഗീത മാം, ഈ വീട്ടിൽ സമാധാനം ഉണ്ടാകണം എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് സൂസി എന്ന പ്രേക്ഷക പറഞ്ഞത് അവർക്കത്രയും അത് മനസ്സിൽ കൊണ്ടിട്ടാണ്. എത്രയോ എവിടെയൊക്കെ ഇപ്പോഴും വീട്ടിൽ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് നീ എന്നാ വീട്ടിലേക്ക് പോണത്, എന്താണ് അവിടെ പ്രശ്നം, നിനക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നൂടെ എന്നൊക്കെ ഇപ്പൊ നമ്മുടെ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേർ അത് ഇരിക്കുന്നുണ്ടാകും. എന്താണ് അവരോട് പറയാനുള്ളത്? നമ്മുടെ ഈ വാക്കുകൾ, നമ്മുടെ ഈ ചർച്ച ഒരു 10 പേരിൽ ചിന്തിക്കാൻ, എൻ്റെ മകൾ എൻ്റെ അടുത്ത് നിൽക്കുമെന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു.